നമസ്കാരം. ആലപ്പുഴയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. മണ്ണഞ്ചേരി പൊന്നാട് പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണൻ മരിച്ച സംഭവത്തിൽ മകൻ PR രതീഷ് മുഖ്യമന്ത്രിക്ക് മുഹമ്മ പോലീസ് സ്റ്റേഷനിലും നൽകിയ പരാതികളിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. കടുത്തുരുത്തി പോലീസ് രാധാകൃഷ്ണനെതിരെ എടുത്ത കേസും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. മോഷണം മുതൽ വാങ്ങി എന്നാരോപിച്ച് കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത രാധാകൃഷ്ണൻ തൊട്ടടുത്ത ദിവസം ജ്വല്ലറിയിൽ തെളിവെടുപ്പിനെത്തിച്ചതിന് പിന്നാലെ കൊഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണന്റെ ശരീരത്തിൽ നിരവധി പരുക്കളുണ്ടായിരുന്നു. പോലീസുകാർ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്റെ പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു. ഇതോടെയാണ് കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കസ്റ്റഡിയിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് മകന്റെ പരാതി. മരണത്തിന് മുൻപ് ബലപ്രയോഗം നടന്നെന്ന് സ്ഥിരീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിലെ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകുമെന്നും രതീഷ് പറഞ്ഞു. കഴിഞ്ഞ മാസം 6-ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണൻ പിറ്റേന്ന് വൈകിട്ട് ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുക്കുമ്പോഴാണ് നിലതെറ്റി താഴെ വീഴുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ജ്വല്ലറിയിൽ എത്തിച്ചതിന് പിന്നാലെ സയനൈഡ് കഴിച്ചാണ് രാധാകൃഷ്ണൻ മരിച്ചതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിനെ കുറിച്ച് പറയുന്നില്ല. രാധാകൃഷ്ണന്റെ കുടുംബവും ഇത് അംഗീകരിക്കുന്നില്ല. കടുത്തുരുത്തി SHO TS റനീഷിനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. രാധാകൃഷ്ണന്റെ ഇരുതോളുകളിലും മുതുകിലും ഇടത് കാലിലും ചതവും പരിക്കേറ്റതും പോലീസ് പീഡനം മൂലമെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് മുൻപ് 24 മണിക്കൂറിനകം ഈ പരിക്കുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. പരുക്കൻ പ്രതലത്തിൽ ചേർത്ത് നിർത്തി മർദ്ദിക്കുകയോ നിലത്തിട്ട് ചവിട്ടുകയോ ചെയ്താൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ചതവുകളാണിതെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു. പക്ഷേ ഇത് മരണകാരണമാകില്ല. അതേസമയം 2 വാരിയെല്ലുകൾ ഒടിഞ്ഞത് CPR നൽകിയപ്പോൾ ഉണ്ടായതാകാമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമങ്ങളിൽ ശക്തമായി CPR നൽകാറുണ്ട്. ഇന്നലെ ജ്വല്ലറിയിൽ തെളിവെടുപ്പിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായി ക്രൈംബ്രാഞ്ച് സംഘം എത്തിയെങ്കിലും രതീഷും ബന്ധുക്കളും കടുത്തുരുത്തി സ്റ്റേഷന് മുന്നിൽ വിശ്വകർമ്മ സംഘടനകളുടെ സംയുക്ത പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അടുത്ത ദിവസം വീണ്ടും ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തും. അതേസമയം രാധാകൃഷ്ണന്റെ മരണം പോലീസ് മർദ്ദനം മൂലമാണെന്ന് ആരോപിച്ചും പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടും സംയുക്ത വിശ്വകർമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കടുത്തുരുത്തി തോട്ടുവാ റോഡിൽ പഴയ പഞ്ചായത്ത് ഓഫീസിന് സമീപം ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. കുറ്റക്കാരെ മാറ്റി നിർത്തി സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണയിൽ വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി അധ്യക്ഷൻ ആചാര്യ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. മരണമടഞ്ഞ പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ മാതാവ് പത്മാവതി, ഭാര്യ സതി, മകൻ രതീഷ്, ബന്ധുക്കൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയകാര്യ സമിതി കോർഡിനേറ്റർ രവീന്ദ്രൻ വാകത്താനം, AKVWS നേതാവ് അനിൽകുമാർ ആറുകാക്കൽ, ഓൾ കേരള ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജോയ് പഴയമഠം, വിശ്വകർമ്മ ഐക്യവേദി നേതാവ് KV ചന്ദ്രൻ, KVS ജനറൽ സെക്രട്ടറി വിജയനാഥ്, യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ് അനീഷ് കൊക്കര, സംസ്ഥാന നേതാവ് ബിമൽ കുമാർ മാഞ്ഞൂർ, കൗൺസിൽ അംഗം അജയ് ഘോഷ്, സുനിൽ ആൽവ, ദീപു എരുമേലി തുടങ്ങിയവർ പ്രസംഗിച്ചു.